അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഹാനരായ സയ്യിദ് ബർദാൻ തങ്ങളുടെ മഖബറയിൽ നിന്നും ഇപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ചാവക്കാട് കടപ്പുറത്തുള്ള മഹാനരായ അഹമ്മദുൽ ബുഖാരി അതുപോലെ ഹിബത്തുല്ലാഹിൽ ബുഖാരി അവരുടെ പരിശുദ്ധമായ ദർഗയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് പോകുന്ന വഴി അവിടുത്തെ ചരിത്രങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് പോകാം. അള്ളാഹു അവരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഉസ്ബെക്കിസ്ഥാനിലെ പ്രസിദ്ധ നഗരമാണ് ബുഖാറ. എന്നാൽ കേരള മുസ്ലിമീങ്ങളുടെ ആധ്യാത്മിക തറവാട് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ബുഖാറ ഇങ്ങ് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് സ്ഥിതി ചെയ്യുന്നുണ്ട്. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്കും തെക്കും ചേറ്റുവപ്പുഴ സ്ഥിതി ചെയ്യുന്ന ഒരർദ്ധദ്വീപാണ് ബുഖാറ. ചാവക്കാട്ടിലെ അഞ്ചങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബുഖാറ കുടുംബം ഇവിടേക്ക് ആത്മീയദാഹികൾ ഒഴുകിയെത്തുന്നു. ചികിത്സ അന്വേഷിക്കുന്നവരും ഫത്വ തേടുന്നവരും നേർന്ന 1000 പ്രശ്നങ്ങളുമായി പ്രയാസപ്പെടുന്നവരുമെല്ലാം വലിയ അഭയമായി കാണുന്ന തറവാടാണ് ബുഖാറ. പൊന്നാനിയിൽ പോയി വിളക്കത്തിരുന്ന് ചാവക്കാട് ബുഖാറയിൽ പോയി ബൈഅത്ത് ചെയ്യുക എന്ന ഒരു ശൈലി തന്നെയുണ്ടായിരുന്നു പണ്ട്. ഇവിടെ മറപെട്ട് കിടക്കുന്ന മഹാനരായ ഹിബത്തുല്ലാഹിൽ ബുഖാരി 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പ്രാപ്തനായ ഫഖീഹും ഖാദിരിയ തുരീഖത്തിൻ്റെ അറിയപ്പെട്ട ശൈഖുമായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വന്ന മഹാനരായ അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി വളപ്പട്ടണത്ത് മറപെട്ട് കിടക്കുന്ന മഹാനവർകളുടെ 6ാം തലമുറയിലെ മകനായ സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവർകളാണ് ബുഖാറ സ്ഥാപിക്കുന്നത്. മഹാനരായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീനുൽ ബുഖാരി വളപ്പട്ടണം അവർകളുടെ 5ാം തലമുറയിലെ പുത്രനായ മഹാനരായ കുഞ്ഞിമംഗലത്ത് താമസിച്ചിരുന്ന മുഹമ്മദുൽ ബുഖാരി അവർകളുടെ മകനായിട്ടാണ് മഹാനരായ അഹമ്മദുൽ ബുഖാരി അവർകൾ ജനിക്കുന്നത്. കവരത്തി ദ്വീപാണ് അവിടുത്തെ ജന്മദേശം. പിന്നീട് കേരളത്തിലേക്ക് കടന്നു വന്നു. മഹാനരായ മുഹമ്മദ് മൗലൽ ബുഖാരി അവർകളാണ് പ്രധാനപ്പെട്ട ഉസ്താദ്. ബഹുമാനപ്പെട്ടവരുടെ അരികിൽ നിന്ന് ശിക്ഷണം പൂർത്തിയായതിനു ശേഷം മഹാനരായ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ കടപ്പുറത്ത് വന്ന് താമസമാക്കിയത്. സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവർകൾ ചാവക്കാട് വരുമ്പോൾ ചാവക്കാട് മുസ്ലിം ന്യൂനപക്ഷമായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ആകൃഷ്ടരായിട്ടാണ് ചാവക്കാട് മുസ്ലിമീങ്ങൾ പെരുകുന്നത്. സാമൂതിരി രാജാവിൻ്റെ ഭരണപ്രദേശമായിരുന്നു പണ്ടിവിടം. അന്ന് 3 ജന്മിമാരായിരുന്നു ഇവിടുത്തെ ഭൂസ്വത്തെല്ലാം കൈവശപ്പെടുത്തി വച്ചിരുന്നത്. തലശ്ശേരിയിലെ കെ.ഇ. കുടുംബം, വളവട്ടൂർ പണിക്കന്മാർ, ചേറ്റുവക്കടുത്തുള്ള മഞ്ഞളായി കുടുംബം. ചാവക്കാട് കടപ്പുറത്ത് വന്ന് താമസമാക്കിയ മഹാനരായ അഹമ്മദുൽ ബുഖാരി അവർകളുടെ കീർത്തി നാടെങ്ങും പരക്കാൻ തുടങ്ങി. മഞ്ഞളായി നായർ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് കലശരായ വയറുവേദന പിടിപെട്ടു. ഒരുപാട് പ്രസിദ്ധരായ വൈദ്യന്മാരെ കാണിച്ചു, പക്ഷേ ഫലമില്ല. അങ്ങനെയാണ് ആ കുടുംബം മഹാനരായ അഹമ്മദുൽ ബുഖാരി അവർകളെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ആ സ്ത്രീയെയും കൂട്ടി ബഹുമാനപ്പെട്ടവരുടെ അരികിലെത്തി. മഹാനരായ ശൈഖ് അവർകളുടെ ചില നിർദ്ദേശപ്രകാരം പൂർണ്ണമായി ആ സ്ത്രീയുടെ രോഗം ഭേദമായി. പാരിതോഷികമായി ധാരാളം സമ്മാനങ്ങൾ നൽകാൻ നായർ കുടുംബം തീരുമാനിച്ചു. പക്ഷേ മഹാനവറുകൾ എല്ലാം നിരസിച്ചു. അവസാനം മഞ്ഞളായി നായർ കുടുംബത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് താമസിക്കാൻ ഒരു ചെറിയ വീടും നിസ്കരിക്കാൻ ഒരു പള്ളിയും പണിതു തരണമെന്ന്, അതിനുള്ള സൗകര്യം തരണമെന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചു. അന്ന് അദ്ദേഹം നൽകിയ സ്ഥലത്താണ് ഇന്ന് ബുഖാറ സ്ഥിതി ചെയ്യുന്നത്, സമദാനി പള്ളിയും. ഇമാമു സാഹിലി എന്നറിയപ്പെടുന്ന വലിയ കോയമ്മ തങ്ങളുടെ മകനായിട്ടാണ്
മഹാനരായ ഹിബത്തുല്ലാഹിൽ ബുഖാരി അവർകൾ ജനിക്കുന്നത്. വലിയ പ്രതിഭാശാലിയും 4 മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ കഴിവുമുള്ള വലിയ മഹാനായിരുന്നു ഹിബത്തുല്ലാഹിൽ ബുഖാരി. അതോടൊപ്പം ഖാദിരിയ തുരീഖത്തിൻ്റെ ശൈഖും. ഒരിക്കൽ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ സ്ഥാപകനായ മഹാനരായ അബ്ദുൽ വഹാബ് ഹസ്രത്ത് വലിയ കോയമത്തങ്ങളെ കാണാൻ ചാവക്കാട് കടപ്പുറത്തെത്തി. അന്ന് മഹാനരായ ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ ചെറിയ കുട്ടിയായിരുന്നു. മഹാനരായ വലിയ തങ്ങളും അബ്ദുൽ വഹാബ് ഹസ്രത്തും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ അവിടേക്ക് കടന്നു വന്നു. ആ കുട്ടിയെ പരിചയപ്പെടുത്തിയതിനു ശേഷം തങ്ങൾ ഹസ്രത്തിനോട് പറഞ്ഞു, ഇത് എൻ്റെ 2ാമത്തെ കുട്ടിയാണ്. ആദ്യത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം ഒരുപാട് വർഷം കഴിഞ്ഞാണ് 2ാമത്തെ ഈ മകൻ എനിക്ക് ജനിക്കുന്നത്. ബഹുമാനപ്പെട്ടവരരികിലേക്ക് മാടി വിളിച്ച് ഹസ്രത്ത് പറഞ്ഞു, ഹാദാ ഹിബത്തുള്ള, ഇത് അള്ളാഹുവിൻ്റെ ദാനമാണ് എന്ന്. അങ്ങനെയാണ് സയ്യിദ് മഹ്മൂദ് കുഞ്ഞിക്കോയ തങ്ങൾ എന്ന ഈ മഹാൻ ഹിബത്തുല്ലാഹിൽ ബുഖാരി ആകുന്നത്. കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ആത്മീയ പണ്ഡിതന്മാരെ സൃഷ്ടിച്ചെടുത്ത മഹാരഥന്മാരാണ് ഇവരെല്ലാം. മഹാനരായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, മഹാനരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, നൂറുൽ ഉലമ, ഇവരെല്ലാം ഈ മഹാനുമായി ബന്ധപ്പെട്ട് ഇൽമിൻ്റെയും ആത്മീയതയുടെയും മധുനുകർന്നവരാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനരായ സുൽത്താനുൽ ഉലമയടക്കം, മഹാനരായ പൊന്മള ഉസ്താദ് അടക്കം ഒരുപാട് മഹാരഥന്മാർ ഇവരിൽ നിന്ന് സായുജ്യമടഞ്ഞവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെയൊക്കെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.